السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اللهم علمنا ما ينفعنا وأنفعنا ما علمتنا وزدنا علما. اللهم رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രോതാക്കളെ, പഠിതാക്കളെ, ദുറൂസുൽ ലുഗത്തിൽ അറബിയ എന്ന ടെക്സ്റ്റിലെ 6-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ഒരു പാർട്ടിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അന്ന് നമ്മൾ എടുത്ത ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ടെക്സ്റ്റിലെ 34-ാമത്തെ പേജ്, അതിലെ ലിമൻ ഹാദിഹി എന്നത് മുതലാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. ലിമൻ ഹാദിഹി നോക്കാം. നമുക്ക് അതിൻ്റെ വായനാ രീതിയാണ് ആദ്യം പറയാം. ലിമൻ ഹാദിഹി എങ്ങനെയാണ് വായിക്കേണ്ടത്? ലിമൻ ഹാദിഹി. ഉത്തരം എന്താണ്? ഹാദിഹി ലി ഖാലിദിൻ. ഹാദിഹി ലി ഖാലിദിൻ. അദറാജത്തു അനസിൻ ഹാദിഹി. അദറാജത്തു അനസിൻ ഹാദിഹി. ല ല ഹാദിഹി ല ഹാദിഹി ദറാജത്തു അമ്മാരിൻ. ഹാദിഹി ജദീദത്തുൻ. ഹാദിഹി ജദീദത്തുൻ. വദറാജത്തു അനസിൻ ഖദീമത്തുൻ. വദറാജത്തു അനസിൻ ഖദീമത്തുൻ. ഹാദിഹി സാഅത്തു അലിയിൻ. ഹിയ ജമീലത്തുൻ ജിദ്ദൻ. ഹിയ ജമീലത്തുൻ ജിദ്ദൻ. ഹാദിഹി മിൽഅഖത്തുൻ. ഹാദിഹി മിൽഅഖത്തുൻ. വഹാദിഹി ഖിദുറുൻ. അൽ മിൽഅഖത്തു ഫിൽ ഖിദിരി. അൽ മിൽഅഖത്തു ഫിൽ ഖിദിരി. ഹാദിഹി ബഖറത്തുൽ ഫല്ലാഹ്. ഹാദിഹി ബഖറത്തുൽ ഫല്ലാഹി. ഹാദാ അൻഫ്. ഹാദാ അൻഫുൻ. വഹാദാ ഫമുൻ. ഹാദാ അൻഫുൻ വഹാദാ ഫമുൻ. ഹാദിഹി ഉദ്നുൻ. വഹാദിഹി ഐനുൻ. വഹാദിഹി യദുൻ. വഹാദിഹി യദുൻ. വഹാദിഹി റിജുലുൻ. ശരി, ഇതിൻ്റെ വായനയുടെ ഒരു ഭാഗമാണ്. ഇനി നമുക്ക് ഇത് ഓരോന്നായി നമുക്കെന്ത് ചെയ്യാം? വിശദീകരിക്കാം ഇൻഷാ അല്ലാ. അള്ളാഹു നമുക്ക് അറബി ഭാഷ പഠനം എളുപ്പമാക്കി തീർക്കുമാറാവട്ടെ. വീണ്ടും ദുആ ചെയ്യുകയാണ്. ശരി, എന്താണ് ലിമൻ ഹാദിഹി? ഇതോടുകൂടി നമ്മളിത് പഠിക്കുന്നതോടുകൂടി ഈ ഒരു പ്രയോഗം നമ്മളെന്ത് ചെയ്യാണ്? നമ്മുടേതാക്കി മാറ്റാൻ, എവിടെയും നമുക്കിത് പ്രയോഗിക്കാൻ നമുക്ക് കഴിയണം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ലിമൻ ഹാദിഹി. ലിമൻ ആരുടേതാണ്, അതാണ് ഇതിൻ്റെ അർത്ഥം. ലിമൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആരുടേത്. അറബിയിൽ അതെന്ത് ചെയ്തു? പഠിച്ചു നമ്മൾ. ആരുടേത്. ഖുർആനിൽ കാണാം ലിമനിൽ മുൽക്ക്. ലിമനിൽ മുൽക്കുൽ യൗം. ഇന്ന് ആർക്കാണ്, ആരുടേതാണ് ഈ ദിവസത്തിൻ്റെ ലിമനിൽ മുൽക്ക്, ആർക്കാണ് ഇന്ന് അധികാരം? അപ്പോൾ ലിമൻ ഹാദിഹി, ഇതാരുടേതാണ്? ഹാദിഹി. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഇതെന്താണ്? പെൺവിഭാഗത്തെ സൂചിപ്പിക്കുന്നത്. അതിലേക്ക് ചൂണ്ടിയിട്ടാണ് ഹാദിഹി എന്ന് ഉപയോഗിച്ച്. ഹാദിഹി ലി ഖാലിദിൻ. ഇത് ഖാലിദിൻ്റെതാണ്. തൊട്ടുമുമ്പ് എന്തായിരുന്നു? തൊട്ടുമുമ്പത്തെ എന്താ ചോദിച്ചത്? മിക്വാത്താണ് അല്ലേ? അയൺ ബോക്സാണ്. ഹാദിഹി ലി ഖാലിദിൻ, ഇത് ഖാലിദിൻ്റേതാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ ഹാദിഹി എന്ന് കഴിഞ്ഞിട്ട് ലീ എന്ന് നമുക്ക് കാണാൻ കഴിയും. ലീ 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 എന്ന് വന്നതിന് ശേഷമാണ് എന്ത് ചെയ്തത്? ഖാലിദ് എന്നുള്ള പ്രയോഗം വന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് കസ്റ് വന്നു? ഈ ലീ എന്നത് വന്നതുകൊണ്ടാണ്. ലി ഖാലിദിൻ, ഖാലിദിൻ്റേത് എന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ലീ എന്ന് പ്രയോഗിച്ചത്. പിന്നെ അതോടൊപ്പം തന്നെ ഖാലിദിൻ, ലീ എന്ന് വന്നു കഴിഞ്ഞാൽ, ലീ എന്നത് വന്നാൽ അതിൻ്റെ ശേഷം വരുന്നതിന് എന്തു കൊടുക്കണം? ലീ എന്നത് വന്നാൽ അതിൻ്റെ ശേഷം വരുന്നതിന് കസ്റ് കൊടുക്കണം. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ലില്ലാഹി
ലില്ലാഹി. അപ്പോൾ ലി വന്നു, അള്ളാഹു എന്നുള്ളതിന് ജലാലത്തിൻ്റെ ഇസ്മിന് എന്ത് ചെയ്തു? കസ്ർ കൊടുത്തു, ലില്ലാഹി. ബില്ലാഹി. അപ്പോൾ ലി എന്നുള്ളതും ബി എന്നുള്ളതൊക്കെ ഈ ഒരു പ്രയോഗമാണ്. ഇതാണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കുക. ശരി. അപ്പോൾ ഹാദിഹി ലി ഖാലിദിൻ, ഇത് ഖാലിദിൻ്റേതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് മുഹമ്മദിൻ്റേതാണെന്ന് പറയണം. അതെങ്ങനെ പറയാ? ഹാദാ ഹാദാ ലി മുഹമ്മദിൻ, ഹാദാ ലി മുഹമ്മദിൻ. ഇത് മുദർരിസിൻ്റേതാണെന്ന് പറയണം. എങ്ങനെ പറയാ? ഹാദാ ലി മുദർരിസിൻ, ഹാദാ ലി മുദർരിസിൻ. ഇത് അള്ളാഹുവിൻ്റേതാണെന്ന് പറയണം. ഹാദാ ലില്ലാഹി. ഇത് ഡോക്ടറുടേതാണെന്ന് പറയണം. ഹാദാ ലി ത്വബീബി. അപ്പോൾ ഇത് സലീമിൻ്റെതാണെന്ന് പറയണം. ഹാദാ ലി സലീമിൻ. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി അടുത്തത് നോക്കൂ. അദറാജത്തു അനസിൻ ഹാദിഹി, അദറാജത്തു അനസിൻ ഹാദിഹി. അനസിൻ്റെ ദറാജത്താണോ ഇത്? അപ്പോൾ ദറാജത്ത് സൈക്കിൾ അല്ലേ? നേരെ കണ്ടില്ലേ? സൈക്കിൾ കണ്ടില്ലേ ഇവിടെ? എന്താണ്? അനസിൻ്റെ സയ്യാറത്താണോ? അനസിൻ്റെ ദറാജത്താണോ ഇത്? അനസിൻ്റെ സൈക്കിളാണോ ഇത്? യെസ്. എന്താണ് ഉത്തരം? ല. അല്ല. അപ്പം ല എന്ന് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യുക? ഒരു കോമയിട്ടു. അല്ല അല്ലേ? ല അല്ല. ഹാദിഹി ദറാജത്തു അമ്മാരിൻ, ഇത് അമ്മാറിൻ്റെതാണ്. ഇത് അമ്മാറിൻ്റെ സൈക്കിളാണ്. അപ്പോൾ അവിടെ എങ്ങനെ വായിച്ചത്? നമ്മളെങ്ങനെയാണ്? ഹാദിഹി ദറാജത്തു അമ്മാരിൻ. കേട്ടോ? അമ്മാരിൻ, അമ്മാറിൻ്റെ എന്നർത്ഥം കിട്ടണമെങ്കിൽ അവിടെ അങ്ങനെ വായിക്കണം. യെസ്. അതെന്താണ്? മുലാഫുൻ ഇലൈഹിയാണ്. നമ്മൾ പഠിച്ചു അല്ലേ? കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുലാഫുൻ ഇലൈഹിക്ക് എപ്പോഴും എന്തായിരിക്കും? കസ്റ് കൊടുക്കണം. യെസ്. ഹാദിഹി ദറാജത്തു അമ്മാരിൻ. അടുത്തതോ? ഹാദിഹി ജദീദത്തുൻ, ഹാദിഹി ജദീദത്തുൻ. ഇത് പുതിയതാണ്. ദിസ് ഈസ് എ ന്യൂ എന്നർത്ഥം. അപ്പോൾ ഒന്നും കൂടെ ഈ ഒരു വരിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? വീണ്ടും വരുമ്പോൾ അഥവാ ഈ ഒരു പ്രയോഗം നോക്കുക. നമ്മൾ ഇതിങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതേ രൂപത്തിലുള്ള സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് നമ്മുടെ വിഷയം. കഴിയുന്നുണ്ടോ? മുഹമ്മദിൻ്റെ വീടാണോ ഇത് എന്നിങ്ങനെ ചോദിക്കുക. വീടിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആണോ? അല്ലെ? ആ ബൈത്തു മുഹമ്മദിൻ ഹാദ, അബൈത്തു മുഹമ്മദിൻ ഹാദ. റെഡിയാണ്. ഇനി ഫാത്തിമയുടെ വേണ്ട, നമുക്ക് അവിടെ നമുക്ക് വേറെ പ്രയോഗം പഠിക്കാത്ത ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ടീച്ചറുടെ ബാഗാണോ ഇത് എന്നെങ്ങനെ ചോദിക്കാം? ഹഖീബത്തു, ഹഖീബത്തു മുദർരിസത്തിൻ ഹാദിഹി, ഹഖീബത്തു മുദർരിസത്തിൻ ഹാദിഹി. ക്ലിയർ ആണല്ലോ? മുഹമ്മദിൻ്റെ അധ്യാപകൻ്റെ പുസ്തകമാണോ ഇത് എന്നിങ്ങനെ ചോദിക്കുക. കിതാബു മുദർരിസിൻ ഹാദ, കിതാബു മുദർരിസിൻ ഹാദ. അധ്യാപകൻ്റെ കാറാണോ ഇത് എന്നെങ്ങനെ ചോദിക്കുക? സയ്യാറത്ത്. പെണ്ണാണ്. അപ്പം എങ്ങനെ ചോദിക്കണം? അസയ്യാറത്തു, അസയ്യാറത്തു മുദർരിസിൻ ഹാദിഹി. അപ്പോൾ ഹാദിഹി എന്നുള്ളത് പെണ്ണിനോടൊപ്പം ചേർത്ത്, ഹാദ എന്നുള്ളത് ആൺ വിഭാഗത്തിലേക്ക് ചേർത്ത് എന്ന ആ ഒരു ഹർഫ് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കിയല്ലേ? യെസ്. വദറാജത്തു. അടുത്ത നോക്കൂ, അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വീണ്ടും നമുക്ക് വായിക്കാം. വദറാജത്തു അനസിൻ ഖദീമത്തുൻ, അനസിൻ്റെ സൈക്കിള് ഖദീമത്തുൻ, അത് പഴയതാണ്. വദറാജത്തു അനസിൻ. അപ്പോൾ വായിച്ച രീതി നോക്കൂ, വായനയുടെ രീതി നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ എങ്ങനെ വായിക്കുക? വദറാജത്തു അനസിൻ എന്ന് വായിക്കണം. അനസിൻ്റെ സൈക്കിൾ ഖദീമത്തുൻ, അത് പഴയതാണ്. നെക്സ്റ്റ്, ഹാദിഹി സാഅത്തു അലിയിൻ. സാഅത്ത് വാച്ച് അല്ലേ? ഹാദിഹി സാഅത്തു അലിയിൻ, അലിയിൻ്റെ വാച്ചാണിത്, അലിയുടെ വാച്ചാണിത്. ഹിയ ജമീലത്തുൻ ജിദ്ദൻ, ഹിയ ജമീലത്തുൻ ജിദ്ദൻ. ഹിയ സാഅത്ത് പെണ്ണായതുകൊണ്ട് ഹിയ എന്നാണ് പറയാം. അപ്പോൾ ഇറ്റ് അല്ലേ? ഇറ്റ് ഈസ് എന്താണ്? ജമീലത്തുൻ ജിദ്ദൻ, വെരി ബ്യൂട്ടിഫുൾ, അത് വളരെ ഭംഗിയുള്ളതാണ്. ഹിയ അത്, ജമീലത്തുൻ ഭംഗിയുള്ളതാണ്, ജിദ്ദൻ വളരെ ഭംഗിയുള്ളതാണത്. യെസ്. അപ്പോൾ ഇത്
ഈ പ്രയോഗം നമുക്ക് കിട്ടി. ഇത് മുഹമ്മദിൻ്റെ പേനയാണ്, അത് വളരെ ഭംഗിയുള്ളതാണ്. എങ്ങനെ പറയാം? ഹാദാ ഖലമു മുഹമ്മദിൻ. അത് ഭംഗിയുള്ളതാണ്. എങ്ങനെ പറയാം? ഹുവ ജമീലുൻ ജിദ്ദൻ, ഹുവ ജമീലുൻ ജിദ്ദൻ. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? സാധ്യമാവണം. യെസ്, അടുത്ത് നോക്കൂ. ഹാദിഹി മിൽഅഖത്തുൻ വഹാദിഹി ഖിദ്റുൻ അൽ മിൽഅഖത്തു ഫിൽ ഖിദ്രി. എന്താണ് ഹാദിഹി മിൽഅഖത്തുൻ? ദിസ് ഈസ് എ സ്പൂൺ അല്ലേ? മിൽഅഖത്ത് സ്പൂണിനാണെന്ന് പറയാം, മിൽഅഖത്ത് എന്ന് പറയാം. മിൽഅഖത്ത് കണ്ടില്ലേ? ഫോട്ടോ മിൽഅഖത്താണ്. അത് പൂർണ്ണമായിട്ട് നമ്മൾ കാണുന്നില്ല, പക്ഷേ അത് എന്താണ് നമുക്കറിയത്? മിൽഅഖത്താണ്. യെസ്. വഹാദിഹി ഖിദ്റുൻ, ഇതെന്താണ്? ഖിദ്ർ മാന പോട്ട്, കലം അല്ലെങ്കിൽ കുടം. ഇതിനൊക്കെയാണ് എന്ത് പറയുക? ഖിദ്ർ എന്ന് ഉപയോഗിക്കുക. ഓരോ നാട്ടിലും വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങളാവാം, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക, ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? പോട്ട്, POT. വഹാദിഹി ഖിദ്റുൻ, ഇതെന്താണ്? ഇത് പോട്ടാണ്, കുടം അല്ലെങ്കിൽ ഇത് കലമാണ് അല്ലേ? യെസ്. അൽ മിൽഅഖത്തു ഫിൽ ഖിദ്രി, അൽ മിൽഅഖത്തു ഫിൽ ഖിദ്രി. എന്താണ് ഇതിൻ്റെ അർത്ഥം? അൽ മിൽഅഖ, ദ സ്പൂൺ ഈസ് ഇൻ ദി പോട്ട്. സ്പൂണ് പോട്ടിലാണ്, സ്പൂണ് ഫിൽ ഖിദ്രി, അതെന്താണ്? കുടത്തിലാണ് അല്ലെങ്കിൽ കലത്തിലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആ പ്രയോഗം ഒന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. പുതിയൊരു വേർഡാണ് മിൽഅഖത്ത്. മിൽഅഖത്ത് യാനി സ്പൂൺ, ഖിദ്ർ യാനി പോട്ട്. അൽ മിൽഅഖത്തു ഫിൽ ഖിദ്രി എന്ന് പറഞ്ഞാലോ, ദ സ്പൂൺ ഈസ് ഇൻ ദി പോട്ട്, POT. സ്പൂണ് പോട്ടിലാണ്, കലത്തിലാണ് അല്ലെങ്കിൽ കുടത്തിലാണ് അല്ലെങ്കിൽ പാത്രത്തിലാണ് എന്നൊക്കെ അതിനർത്ഥം പറയാം. നെക്സ്റ്റ് നോക്കൂ. ഹാദിഹി ബഖറത്തുൽ ഫല്ലാഹി, ഹാദിഹി ബഖറത്തുൽ ഫല്ലാഹി. ഇത് കർഷകൻ്റെ അല്ലേ? കർഷകൻ, ഫല്ലാഹി എന്നുള്ളത് ആദ്യത്തെ ഒരു വാക്കാണ്. ഫല്ലാഹ് യാനി ഫാർമർ, ബക്കറത്ത് യാനി ബക്കറത്ത് പശു. ഹാദിഹി ബക്കറത്തുൽ ഫല്ലാഹി, ഇത് ഫല്ലാഹിൻ്റെ ബക്കറത്താണ്. ഇത് കർഷകൻ്റെ പശുവാണിത്. ബക്കറത്ത് പെണ്ണാണ് അല്ലേ? അതുകൊണ്ട് ഹാദിഹി എന്ന് പറഞ്ഞു. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, ഹാദ അൻഫുൻ വഹാദ ഫമുൻ. ഇനി നമ്മൾ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ലളിതമായൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ. ഹാദ അൻഫുൻ, ഇത് മൂക്കാണ്. ഇതിലൊരു മൂക്കിൻ്റെ ഫോട്ടോ കണ്ട? എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് മൂക്കാകുന്നു, നോസ്. വഹാദ ഫമുൻ, ഇത് വായയാകുന്നു, മൗത്ത് അല്ലേ? വഹാദ ഫമുൻ, ഇത് വായയാകുന്നു. ഹാദ അൻഫുൻ വഹാദ ഫമുൻ. യെസ്, ഇത് മൂക്കാകുന്നു, ഇത് വായയാകുന്നു. അടുത്തത് നോക്കൂ. ഹാദിഹി ഉദുനുൻ വഹാദിഹി ഐനുൻ, ഹാദിഹി ഉദുനുൻ വഹാദിഹി ഐനുൻ. എന്താണ്? ഇത് ചെവിയാകുന്നു, ഇത് കണ്ണാകുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിലെ പിന്നെ രണ്ടവയവങ്ങൾ, മനുഷ്യൻ്റെ മാത്രമല്ല മറ്റു ജീവികളുടെയൊക്കെ ശരീരത്തിലെ അവയവങ്ങൾ നമുക്കറിയാലേ. ആ അവയവങ്ങളിൽപ്പെട്ട 4 അവയവങ്ങളെയാണ് ഈ 2 സെൻറ്റൻസുകളിലാക്കി കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇവിടെ എന്താണ്? അൻഫ് കൊടുത്തു, ഫമു കൊടുത്തു. പിന്നെ ഇവിടെ പ്രയോഗത്തിൽ വന്നതെന്താണ്? ഉദുന് കൊടുത്തു, ഐന് കൊടുത്തു. പക്ഷേ അൻഫും ഫമും വന്നപ്പോൾ ഹാദ എന്നാണ് ഉപയോഗിച്ചത്. അൻഫിൻ്റെയും അതുപോലെ തന്നെ ഫമിൻ്റെയും നേരെ എന്താണ് കൊടുത്തിട്ടുള്ളത്? കൊടുത്തത് ഹാദ എന്നാണ്. ഹാദ എന്ന് കൊടുത്തു. ഫമിൻ്റെ നേരെയും അതാണ് കൊടുത്തത്. എന്നാൽ ഉദുനിൻ്റെ നേരെ, ഐനിൻ്റെ നേരെയും ഹാദിഹി എന്നാണ് കൊടുത്തത്. അപ്പോൾ എന്തായിരിക്കും അതിന് കാരണം? അവിടെ വളരെ ലളിതമായൊരു കാര്യം, പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം, തെറ്റായ വായനയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യം, അത് നമ്മൾ പഠിക്കുകയാണ്. ഡോക്ടർ അബ്ദുറഹീം റഹിമഹുല്ല വളരെ നേരത്തെ നമ്മൾ പഠിപ്പിക്കുകയാണ്, നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ. എന്താണ്? മനുഷ്യ ശരീരത്തിലെ അല്ലെങ്കിൽ ജീവിയുടെ ശരീരത്തിലെ ഏക അവയവങ്ങളാണ് എന്ത്? ഇവ. അൻഫ്, ഒരു മൂക്കേ ഉള്ളൂ അല്ലേ? അതുപോലെ തന്നെ ഒരു വായേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ഏക അവയവങ്ങളാണെങ്കിൽ, ഒറ്റ അവയവമാണ് എന്നുണ്ടെങ്കിൽ അത് പുരുഷ വിഭാഗത്തെ അറിയിക്കുന്നതാണ്.
എന്നാൽ 2 അവയവങ്ങൾ ഏതൊക്കെയുണ്ടോ അവയെല്ലാം സ്ത്രീലിംഗത്തെയാണ്, സ്ത്രീ വിഭാഗത്തെയാണ് എന്ത് ചെയ്യുന്നത്, അതറിയിക്കുന്നത് മുഅന്നസിനെയാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്ത് അൻഫ്, ഹാദാ അൻഫുൻ എന്ന് കൊടുത്തു. ഹാദാ അൻഫുൻ, ഹാദാ ഫമുൻ. അവ രണ്ടും ആൺ വിഭാഗത്തെ അറിയിക്കുന്നു. ഇനി രണ്ടാമത്തെ വരെയാണ്. രണ്ടാമത്തേതിൽ കൊടുത്തത് എന്തു കൊടുത്തു? ഹാദിഹി ഉദുൻ വഹാദിഹി ഐനുൻ. ഹാദിഹി ഉദുനുൻ, ഇത് ചെവിയാണ് അല്ലേ, ചെവിയാണ്, 2 ചെവികളുണ്ട്. അപ്പോൾ അത് മുഅന്നസിനെ അറിയിക്കുന്നു. വഹാദിഹി ഐനുൻ, വഹാദിഹി ഐനുൻ, ഇത് കണ്ണാണ്. അപ്പോൾ 2 കണ്ണുകളാണ്. ആ 2 കണ്ണുകളെ അതെന്ത് ചെയ്യുന്നുണ്ട്, മുഅന്നസിൻ്റെ സ്ഥാനത്താണ് എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുക. അതുകൊണ്ടാണ് അവിടെ എന്ത് പ്രയോഗിച്ചിട്ടുള്ളത്, ഹാദിഹി എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. യെസ്. ഇനി ഇതേ രൂപത്തിൽ നമുക്ക് ബാക്കിയുള്ളത് നോക്കാൻ കഴിയും. വഹാദിഹി യദുൻ, കണ്ടില്ലേ, വഹാദിഹി യദുൻ, യദത്തനുണ്ട് 2, അപ്പോൾ ഹാദിഹി എന്നാണ് ഉപയോഗിച്ചു. വഹാദിഹി, ആൻഡ്, ആ വാവിൻ്റെ അർത്ഥം എന്താണ്, ആൻഡ്. വഹാദിഹി യദുൻ, ഇത് കൈയാണ്. വഹാദിഹി റിജുലുൻ, ഇതാവട്ടെ എന്താണ്, റിജുലുൻ, ഇത് കാലുമാകുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ 2 പാർട്ടുകളാക്കിയിട്ടാണ് 5ാമത്തെ ചാപ്റ്ററിനെ നമ്മൾ എടുത്തത്. ഇവയിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും കൂടെ നമുക്ക് ആവർത്തിക്കാം. ആരുടേത് എന്ന് പറയാൻ നമ്മൾ പഠിച്ചു. ഈ പേനയിലേക്ക് നോക്കി നമുക്കിത് ആരുടെ പേനയാണെന്ന് ചോദിക്കാൻ നമുക്ക് കഴിയും. എങ്ങനെയാണ്? ലിമൻ ഹാദൽ ഖലം, ലിമൻ ഹാദൽ ഖലം. ഇനി ഇതിലേക്ക് ചൂണ്ടിയിട്ട് എന്ത് ചെയ്യുക, പേന പറയാം. ലിമൻ ഹാദ, ലിമൻ ഹാദ പറയാം. ലിമൻ ഹാദൽ കിതാബ്, ലിമൻ ഹാദൽ കിതാബ്, ഇത് ആരുടെ കിതാബാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു വീട്ടിലേക്ക് ചൂണ്ടിയിട്ട് ലിമൻ ഹാദ, ഇത് ആരുടെ വീടാണ് എന്ന് ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്തു, ലിമൻ എന്ന പ്രയോഗത്തിലൂടെ നമ്മൾ പഠിച്ചു. ഇന്ന ഒരു വ്യക്തിയിലേക്ക് ചൂണ്ടി ഇത് അവൻ്റെതാണെന്ന് പറയാൻ ഏതാ ഉപയോഗിക്കേണ്ടത്, ലി അല്ലേ. ഹാദാലി സലീമിൻ, ഹാദാലി ഉസ്താദിൻ, ഹാദാലി ജമീലിൻ, ഹാദാലി ഫാത്തിമ, ഹാദാലി മറിയം പറഞ്ഞുകൂടെ. ഈ രൂപത്തിലൂടെ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഇനി മുഹമ്മദിൻ്റെ വീടാണോ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ എങ്ങനെയാണ്? അബൈത്തു മുഹമ്മദിൻ, അഖലമു ഉസ്താദിൻ തുടങ്ങിയ പ്രയോഗങ്ങൾ നമ്മൾ പഠിച്ചു. അല്ല എന്നിങ്ങനെയാ പറയുക, ലാ എന്ന് പറഞ്ഞാൽ അല്ല എന്നായി. എന്നിട്ട് നമുക്ക് തിരുത്താൻ, ലാ ഹാദാ ഖലമു ഉസ്താദിൻ, അല്ല ഇത് ഉസ്താദിൻ്റെ പേനയാണ് എന്ന് പറയാൻ പഠിച്ചു. അതുപോലെ പുതിയത് എന്നുള്ളതിന് അറബിയിൽ ജദീദത്തുൻ, പഴയത് എന്നുള്ളതിന് എന്താ പഠിച്ചത്, ഖദീമത്തുൻ അല്ലെങ്കിൽ ഖദീമുൻ എന്നിങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പുതിയ മറ്റ് ചില വാക്കുകൾ, മിൽ അഖത്തുൻ, മിൽ അഖത്ത് സ്പൂൺ, ഖിദർ, ഖിദർ യാനി പോട്ട് കുടം, കലം തുടങ്ങിയ വാക്കുകൾ. മനുഷ്യ ശരീരത്തിലെ ഒറ്റയായ അവയവങ്ങൾ പുരുഷ വിഭാഗത്തെയാണ് അറിയിക്കുന്നത്. ഉദാഹരണം അൻഫ്, ഫമ്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ 2 അവയവങ്ങളുള്ള കണ്ണ്, കാത്, ചെവി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, കൈ, കാല് തുടങ്ങിയവയെല്ലാം അത് മുഅന്നസിനെയാണ്, സ്ത്രീലിംഗത്തെയാണ് അറിയിക്കുന്നത് എന്നും കൂടെ മനസ്സിലാക്കി തംരീനിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.